വർഷങ്ങളോളം ഫാക്ടറി നിർമ്മാണം നടന്ന ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കുക എന്നതൊക്കെ അസാധ്യമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ മമതയ്ക്കില്ലായിരുന്നോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തങ്ങൾക്ക് ഭൂമി തിരികെ കിട്ടിയെന്ന് കർഷകർ സന്തോഷിക്കാം എന്നല്ലാതെ അതുകൊണ്ട് 1 രൂപയുടെ പ്രയോജനം പോലും ഉണ്ടായില്ല. കൃഷിയും നടന്നില്ല, വ്യവസായവും വന്നില്ല. പാവം കർഷകർ 2 വഞ്ചിയിലും കാലിട്ട അവസ്ഥയിലായി. കഥ അവിടെയും തീർന്നില്ല. മമതയുടെ അഹങ്കാരത്തിന് നിയമം നൽകിയ മറ്റൊരു പ്രഹരമാണ് അടുത്തത്. ടാറ്റ മോട്ടോഴ്സിന് സിംഗൂരിലുണ്ടായ ഭീമമായ നഷ്ടത്തിന് പശ്ചിമ ബംഗാൾ വ്യവസായ വികസന കോർപ്പറേഷൻ WBIDC നഷ്ടപരിഹാരം നൽകണമെന്ന് 2023 ഒക്ടോബറിൽ ഒരു ആർബിട്രേഷൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. വെറുതെയല്ല, 766 കോടി രൂപ, അതും 11% പലിശ സഹിതം. മമതയുടെ രാഷ്ട്രീയ കടുംപിടുത്തം കാരണം ബംഗാളിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ തുക പോകേണ്ടത്. ഈ കോടിക്കണക്കിന് രൂപ അവരുടെ തലയിലായി. ടാറ്റയ്ക്ക് പിഴയായി കൊടുക്കേണ്ടി വന്നതാണിത്. മമതയുടെ ഒരു വാശി കാരണം ബംഗാളിന് വ്യവസായ ഭാവിയെ നഷ്ടപ്പെട്ടു, യുവാക്കൾക്ക് തൊഴിലും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം എന്ന രീതിക്ക് ഇനി നികുതി വഴി അവർക്കുള്ള തുക അടയ്ക്കണം. ഒടുവിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടികൾ പിഴയും ഒടുക്കേണ്ടി വന്നു. ഇതിലും വലിയൊരു ഭരണപരാജയം വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? കാലം മാറി, ജനങ്ങളുടെ ചിന്താഗതിയും മാറി. 20 വർഷം മുമ്പ് മമതയുടെ വൈകാരിക പ്രസംഗങ്ങളിൽ വീണുപോയ സിംഗൂറിലെ ജനങ്ങൾക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളായ ഗുജറാത്തും ഉത്തർപ്രദേശും ഒക്കെ വ്യവസായങ്ങൾ കൊണ്ട് കുതിച്ചുയരുമ്പോൾ തങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി.